ഹായ് ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ എന്തായാലും കുറേ നാളായി ഗൈസ് നിങ്ങളിങ്ങനെ വ്ളോഗ് എവിടെ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതൊരു കുട്ടി വ്ളോഗ് ആയിരിക്കും ഗൈസ്. ഓക്കെ, അപ്പം ഇവിടുത്തെ കുറേ കാര്യങ്ങളും വിശേഷങ്ങളെല്ലാം ഉൾപ്പെടുത്തി ഒരു കിടിലം വ്ളോഗ് അല്ലേ? യെസ് ഗൈസ്. അപ്പോൾ എന്തായാലും നിങ്ങൾ അതൊക്കെ പോയി കണ്ടിട്ടോ. തടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു വീഡിയോ എടുക്കാതിരിക്കുവായിരുന്നേ. അപ്പോൾ ഞാൻ നോക്കുന്ന സമയത്ത് കുറച്ച് ദിവസമായിട്ട് കൊമ്പനോട് ഇവിടെ ഉള്ളവർക്ക് ഭയങ്കര താല്പര്യം, കൊമ്പനോട് ഭയങ്കര സ്നേഹം. കണ്ടോ, എവിടെ പോയാലും കൊമ്പന ഇത് വേറെ ഗൈസ്, സോറി അത് വേറെ താല്പര്യം. ഇനി ഈ പറഞ്ഞു കൊമ്പനോട് ഭയങ്കര സ്നേഹം, ഭയങ്കര ഇത് കൊമ്പന കെയർ അതല്ല ഞാൻ കാര്യമായിട്ട് പറഞ്ഞ അതിനൊരു റീസൺ ഉണ്ട്. പറഞ്ഞു റാഷി. നമ്മുടെ ഫ്രീ ഫയർ എന്ന ഒഫീഷ്യൽ ഗെയിമിന്റെ വെബ്സൈറ്റ് ഹാക്ക് ചെയ്തു. അതെ, വെബ്സൈറ്റ് ഹാക്ക് ചെയ്തോണ്ട് വോട്ട് ഇച്ചിരി കൂടുതലായിട്ട്. ഇല്ല ഗൈസ്, നമ്മുടെ ഫ്രീ ഫയർ എന്ന ഗെയിമിന്റെ റീജിയണൽ ക്രിയേറ്റർ ആയിട്ട് 5 പേരെ നമ്മൾ തെരഞ്ഞെടുത്ത്, നമ്മളല്ല സോറി, ഫ്രീ ഫയർ ആയ ഗരീനക്കാർ തെരഞ്ഞെടുത്തിട്ടുണ്ട് ഇന്ത്യയിൽ നിന്ന്. അതിലെ ഒരാൾ നമ്മുടെ അതിലൊരു ഹൈലൈറ്റ് ഉണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ശരിക്കും പറഞ്ഞാൽ അത് വോട്ട് ബേസിലാണ്, വോട്ട് ചെയ്തിട്ടാണ് കണ്ടെത്തിയിട്ടുള്ളത്. അതിൽ കേരളത്തിൽ നിന്ന് ആരൊക്കെ ഉണ്ടായിരുന്നേ? കൊമ്പന്, അക്ഷയ ഗസിറ്റും കൊമ്പനാണ് ഉണ്ടായിരുന്നത്. ഞങ്ങൾ ആരും പോലും കൊമ്പനെ സ്റ്റോറിയുടെ അങ്ങനെ ഒന്നും ചെയ്തില്ല. അവൻ പോലും പറഞ്ഞില്ല. കാരണം അവനിപ്പം ഗെയിമിൽ നിന്നൊക്കെ കുറച്ച് മാറിയിരിക്കുമായിരുന്നു. പക്ഷെ പണ്ട് മുതലേ ആ ഗെയിമിൽ അവനെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും പോയി അതിന് ഒരു വലിയ താങ്ക്സ് പറയുന്നു. FKCയിലുള്ള ഞാനോ ആരും അവനെ വോട്ട് ചെയ്യാൻ പറഞ്ഞില്ല. കാരണം അവൻ അതിൽ ആക്റ്റീവ് അല്ലായിരുന്നു. അല്ലാതെ പ്രത്യേകിച്ച് വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. കുറെ പേര് നമ്മുടെ PMലും ചോദിച്ചു എന്തുകൊണ്ട് കൊമ്പനെ വോട്ട് ചെയ്യാൻ നിങ്ങൾ പറഞ്ഞില്ല, ബ്ലോഗിൽ പറഞ്ഞില്ല, ചലഞ്ച് പറഞ്ഞില്ല, അല്ലെങ്കിൽ സ്റ്റോറി ആയിട്ട് പോലും പറഞ്ഞില്ല എന്ന്. ഞാനും പറഞ്ഞിട്ടില്ല അവൻ പറഞ്ഞിട്ടില്ല. ശരിക്കും വീഡിയോ ഇട്ട് എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്നല്ല പറയണം. മേ ബി ബാക്കിയുള്ള ക്രിയേറ്റേഴ്സ് ഒക്കെ അങ്ങനെ ചെയ്തിരുന്നു. പക്ഷെ അങ്ങനെ ഒന്നും ഇല്ലാതെ അവനെ എല്ലാവരും വോട്ട് ചെയ്തു. കാരണം അത്രയും കാലം ആ ഗെയിമിൽ നിന്ന് എല്ലാവരും ഇഷ്ടപ്പെട്ടത് അതൊരു വലിയൊരു ശരിക്കും അത് അച്ചീവ്മെന്റ് ആണ്. അർഹിക്കാത്തതാണ് നിങ്ങൾ അവന് കൊടുത്തത്. മെസ്സേജ് വന്നേട്ടോ, വോട്ടിംഗ് സിസ്റ്റം മാറിപ്പോയതാ. ഒഫീഷ്യൽ ഈവന്റ് ഇനി അവിടെ ചെന്നിട്ട് ടോപ്പ് ക്രിയേറ്റേഴ്സ് ആയിരുന്നു. ടോപ്പ് 5 ഞാൻ എത്തിക്കുന്നത്. അപ്പോ കേരളത്തിൽ നിന്ന് ഒരാൾ, ഇന്ത്യയിൽ നിന്ന് 5 ക്രിയേറ്റേഴ്സ്, അതിലൊരാള്. കൂടെ അസിസ്റ്റന്റ് ആയിട്ട് ഞാനും ജക്കും. മനസ്സിലായിട്ടുണ്ടാവും ഇതിന്റെ ഇവന്റ് നടക്കുന്നത് കൊൽക്കത്തയിൽ വെച്ചിട്ടാണ്. സോ അടുത്ത മാസം കൊൽക്കത്തയിലാണ്. മെയ് 5 to 7 പരിപാടി നടക്കുന്നത്. അപ്പം ഞങ്ങൾ 3 പേര് അവിടെ കാണും. ഞങ്ങൾ ബിസിനസ് ക്ലാസ് ഏതെങ്കിലും ഒരു വെറൈറ്റി കാണും, എവിടെയെങ്കിലും ഒക്കെ കാണും. വേറെ കാര്യമുണ്ട്, അന്നൊരു പ്രത്യേകതര കൊമ്പനെ കാണാൻ പറ്റും. സത്യം, കാട്ടിലെ വേഷമൊന്നും ധരിച്ചോണ്ട് വരണം. എന്തായാലും നമ്മൾ പോകും. നമ്മൾ പോകും. നമ്മളൊന്നും ഇല്ല, ഞങ്ങൾ പോയി. ഞാനില്ല, ആമിയില്ല, നമ്മളാരും ഇല്ല. ഇവര് 2 ദിവസം മുമ്പ് ട്രെയിൻ വരാന്ന് പറഞ്ഞത്. ഫ്ലൈറ്റ് ബുക്ക് ചെയ്താൽ ഞങ്ങൾ വരാം. പിന്നെ ഒരു കാര്യം കൂടെ പറയാണ്ട്, നിങ്ങൾ കുറെ പേര് ചലഞ്ചില് റാഷിനെ ചോദിക്കുന്നുണ്ടായിരുന്നു. റാഷി വീട്ടിലേക്ക് പോയി കുറെ പേര് അറിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ ചാർലിനെ ചോദിക്കുന്നുണ്ട്. ചാർലിക്ക് ഫുഡ് ചലഞ്ചിൽ ഇരിക്കാൻ ഉള്ള ബുദ്ധിമുട്ടുണ്ട്. ചെറിയ ട്രീറ്റ്മെന്റിലൊക്കെയാണ്. അതുപോലെ തന്നെ അവൻ ഒഴിച്ചില് നിൽക്കുന്നില്ല. ഒഴിച്ചിലും ബീച്ചിലുമാണ് മൊത്തം. അതുപോലെ തന്നെ ചാർലി എനിക്ക് ട്രക്കിന്റെ ലൈസൻസ് എടുത്തോണ്ടിരിക്കുകയാണ് അല്ലെ. അതിന്റെ കുറച്ച് ക്ലാസ്സിനെല്ലാം ഞാൻ വണ്ടിയൊക്കെ അങ്ങനെയുള്ള കുറച്ച് ബിസി കാര്യങ്ങളൊക്കെ കൊണ്ടാണ് മേ ബി ഇല്ലാത്തത്. നമ്മള് എല്ലാവരും ഒന്നിച്ച് തന്നെ വീഡിയോ ചെയ്യണം നമ്മൾ ട്രൈ ഔട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ എപ്പോഴും സാധിക്കില്ല. പലരും പല കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആണ്, ബിസിയാണ്. പറ്റുന്ന സമയം നമ്മൾ ഒന്നിച്ച് ഇതുപോലെ വരും. നമുക്ക് മെയിനിലുള്ള ഇത്താട വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വിളിപ്പിക്കാം. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു ഇത്തരം സുഖവാസം? പോന്നോട്ടെ. കൊറേ പേര് കമന്റ്സ് വഴിയും ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ മെസ്സേജ് ചോദിക്കുന്നുണ്ടായിരുന്നു. ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട്, പ്രൊമോഷൻ ഫോളോ ചെയ്തൊരു ഫോളോ ചെയ്തു. രമ്യ കൃഷ്ണ എം. ഇതിന് വേറൊരു അർത്ഥം കൂടെ ഉണ്ട്. ഇപ്പോഴും ഫേസ്ബുക്കിലല്ല എന്നൊരു അർത്ഥം.
അത് നമ്മള് ഒരേ ഇയറിലടാ. കൊറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയുണ്ട്, സുഖമായിരുന്നോ, നോർമൽ ഡെലിവറി ആണോ, കുഞ്ഞ് എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നോർമൽ ഡെലിവറി ആയിരുന്നു, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, കുഞ്ഞ് കുഴപ്പമൊന്നുമില്ല, നോർമലായിട്ട് ഇരിക്കുന്നു. പിന്നെ ഇപ്പം വീഡിയോസിലൊക്കെ വരാത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞിന്റെ കാര്യങ്ങളായിട്ട് കുറച്ച് തിരക്കിലാണ്, പിന്നെ ഞാൻ കുറച്ച് റെസ്റ്റിലും ആണ്. ഇതാണ് സുഖം. വൈകുന്നേരം നടക്കണൊക്കെ ഉണ്ട് അല്ലേ? വൈകിട്ട് നടക്കുന്നുണ്ട്. കുഞ്ഞിന്റെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം, അതിനുള്ള കാര്യങ്ങളുണ്ടാണ്. പിന്നെ മോന് ഹെൽത്തിയാണ്, കുഴപ്പമില്ല. 2 ദിവസം മഞ്ഞയുടെ ഇതൊക്കെ ഉണ്ടായിരുന്നു, അത് എല്ലാം മാറി. ഒരു ദിവസം നമുക്ക് മഞ്ഞ ഉണ്ടായിരുന്നു, അപ്പൊ നമ്മൾ അതിനെ വെച്ചിരുന്നു. കുഞ്ഞു ഓക്കെ ആയിട്ട് വരുന്നത്. ചിലർക്ക് ഉണ്ട്, ചില കുട്ടികൾക്ക് ബ്ലഡ് ഗ്രൂപ്പിന്റെ എന്തൊക്കെയോ കോമ്പിനേഷൻസ് അതിലൊക്കെ ആമിക്ക് ഉണ്ടായിരുന്നത് എ പോസിറ്റീവ്. ഓ പോസിറ്റീവ്. എന്റേത് എ പോസിറ്റീവ്, കുഞ്ഞിന്റെ നിന്റെ ആര് ചോദിച്ചു? കുഞ്ഞിന് പാട്ടൊക്കെ പഠിക്കുന്ന ആമിസാണ്. ഏത് പാട്ടെന്ന് അറിയാമോ? അതെ നമ്മളൊക്കെ ഇത് തന്നെയാണ് പാടാ. ഉണ്ണി ആവശ്യമുണ്ട്, നല്ല കരച്ചിലാകുമ്പോ കൊമ്പ് അങ്ങോട്ട് പോവാ. ഞാനെന്തായാലും 1 മാസത്തേക്ക് ലീവ് എടുക്കാണ്, വീട്ടിൽ ചെറിയ അത്യാവശ്യങ്ങളും കാര്യങ്ങളുണ്ട്. അപ്പൊ ഞാൻ 1 മാസം കാണാം. അല്ല, നിങ്ങൾ കുഞ്ഞാവെ കണ്ട നിങ്ങളുടെ എക്സൈറ്റ്മെന്റ് അല്ലെങ്കിൽ നിങ്ങൾ കണ്ട വിശേഷം ആരൊക്കെ എടുത്തു കുഞ്ഞാവൻ അത് പറ. ഞാൻ ആദ്യം പറയാം. ഞാൻ ലാസ്റ്റ് ഇവിടെ ലാസ്റ്റ് ഞാനല്ലേ കാണുന്ന കുട്ടീനെ. ഓക്കെ, ഞാൻ വന്ന പാടെ, ഞാൻ ഇപ്പൊ എത്തിയത് വന്ന പാടെ ചെക്കൻ നല്ല ഉറക്കത്തിലായിരുന്നു. അപ്പൊ ഉറങ്ങണ മുഖം കണ്ടു. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഇത്ത പറഞ്ഞു, വിളിച്ചു പറഞ്ഞാ ചെക്കനെ എണീച്ചിട്ടുണ്ട് വന്ന് കണ്ടോന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കാണാൻ പോയി, കണ്ട് കുട്ടീനെ എടുത്ത് വളർന്നിട്ട് എടുക്കുന്നുള്ളൂ. ഉഷാർ ഉഷാർ. ഞാനല്ല അതെങ്ങനെ ചിന്തിക്കണേ? അങ്ങനെ ചിന്തിക്കാണ്ട്, കാരണം ഇപ്പോഴും അത് മാത്രല്ല, പിന്നെ അതൊന്നും ഇല്ല, നമ്മള് വേറെ എന്തോ കാര്യം കൂടെ ചെയ്യാണ്ടായിരുന്നു. പിന്നെ കുട്ടി ഇക്കാനെ പോലെ എടുത്താൽ നമ്മളെ അമീസിനെ പോലെ ചോദിച്ചാൽ ഇപ്പൊ ഒന്നും പറയാൻ പറ്റില്ല. അത് കുറച്ച് നേരം കൃത്യമായിട്ട് അറിയാൻ പറ്റുള്ളൂ ആരുടെ പോലെ ഇരിക്കരുന്നുള്ള. അപ്പൊ കുറച്ചായിട്ട് പറയാം. ഇനി അടുത്തത് ഡോക്ടർ മൈമി. ഞാൻ എന്നിട്ട് ഫസ്റ്റ് ഞാൻ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് കണ്ടോ, നമ്മളെല്ലാരും ഉണ്ടായിരുന്നു. പിന്നെ നിനക്ക് എവിടെ വെച്ച് കാണാം? തിയേറ്ററിലാ? അത് അല്ല, എന്ത് പറയാനും നിന്നെക്കൊണ്ട് പറഞ്ഞിപ്പോ എന്ത് അറിയത്തില്ല. അല്ല, എനിക്ക് ഈ കുഞ്ഞിനെ എടുക്കണമെന്നുണ്ടായിരുന്നു ആഗ്രഹമുണ്ട്. പക്ഷെ ഇവന്മാര് ഞാൻ എടുക്കണേ, എനിക്ക് വേണ്ട വേണ്ട എടുക്കണ്ട നീ വീഴ്ത്തു, നീ കുട്ടീനെ താഴെ വീഴ്ത്തു, അങ്ങനെയൊക്കെ ഇവന്മാര് പറഞ്ഞു. അപ്പൊ എനിക്ക് പേടിയായി. ഞാൻ എടുക്കാറുള്ളൂ. എന്തിനാ റിസ്ക് എടുക്കണേ? എന്തിനും ഇതിപ്പോ ഇവനെ പേടി, ആ പേടി ഞങ്ങളിൽ അടിച്ചേൽപ്പിക്കുക. ഇനി ചാർലി ബിസി പറ. കുഞ്ഞാമ്പിയായിരുന്നു. പിന്നല്ലാതെ വലിയ പേര്. എനിക്കറിയാം. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. ആദ്യം അനിയത്തി ഉണ്ടല്ലോ, അനിയത്തിനെ കണ്ട പോലെ തന്നെയാണ് പിക്കാൻ പറയുന്നുണ്ടായിരുന്നു. പൊന്നൂസിനെ കണ്ടാലേ ആ ഒരു എക്സൈറ്റ്മെന്റ് തന്നെ എനിക്ക് അപ്പോഴും ഉണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈം എനിക്ക് അറിയണമെന്നില്ല, പിന്നെ അത് വേർപ്പാണ്. കണ്ണിന്റെ അതാണ് വേർപ്പ്. ഞാൻ ഫസ്റ്റ് ടൈം ന്യൂ ബോൺ ബേബിനെ കണ്ടത്. അത് നമ്മള് അതിന്റെ മുമ്പത്തെ വ്ളോഗിൽ നമ്മൾ ആ വ്ളോഗിൽ നമ്മള് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതുവരെ കുഞ്ഞു കുട്ടികളെ എടുത്തിട്ടില്ല. ഇത് എനിക്ക് പേടിയായതുകൊണ്ടാണ്. നിനക്കെന്താ പറയാനുള്ള? ഞാൻ എന്താ പറയാ, കുഞ്ഞാടെ വിശേഷം പറ. അവനെ ഇതൊക്കെ കാണിച്ച് അവൻ അടിക്കാൻ നോക്കി. പിന്നെ അവൻ കൈ എടുത്ത് അടിക്കാൻ നോക്കിയാ അമ്പടി. ഓ എന്റെ പൊന്നോ, ചേച്ചി കിട്ടുന്ന കൊടുക്ക്. പിന്നെ വേറെ അവൻ എന്റെ മുഖം കണ്ട അവന് കരയാൻ തുടങ്ങും. അന്ത ഭയം എടുക്കണോ? അല്ല പിന്നെ ഇനി നമ്മുടെ കൂട്ടത്തിലെ കുഞ്ഞാവ് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. സിനിമയുടെ റിവ്യൂ അറിയില്ലല്ലോ. നല്ല എക്സ്പീരിയൻസ് അല്ലേ നിൽക്കാ? അടിപൊളി എക്സ്പീരിയൻസ്. എനിക്ക് രണ്ടായി. അതെ, എനിക്കിപ്പോ അത്ര വലിയ ഇതൊന്നും ഇല്ല, അതുകൊണ്ട് ഞാനിങ്ങനെ ആദ്യമായിട്ട് കണ്ടിട്ടൊന്നുമില്ല. അത് നിങ്ങൾ പറഞ്ഞ പോലെ പറയാൻ പറ്റത്തില്ലല്ലോ. അന്നാലും മൂക്കാറിനെ പോലെയാണ്, കണ്ണാറിനെ പോലെ. മൂക്ക് ഇക്കാനെ പോലെയാ, കണ്ണ് ഇക്കാനെ പോലെയാ, ചുണ്ട് ഇക്കാനെ പോലെയാ,
നാളെ ചോറില്ലാന്ന് പറഞ്ഞിട്ട് നാളെ നിനക്ക് ചോറില്ലടാ. ഇന്ന് നമുക്ക് മെയിൻ ആയിട്ടൊരു കാര്യം ഉണ്ടല്ലോ. ആ നമുക്ക് പേര് പറഞ്ഞില്ല അല്ലേ? നമ്മൾ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഇവര് രണ്ടുപേരും ഗേൾ ആയിരിക്കണം എന്നുള്ളൊരു ഒപ്പീനിയൻ അവര് താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഗേൾ ആയിരിക്കും അങ്ങനെ പറഞ്ഞിരുന്നു. മേ ബി അപ്പം ഞാൻ ആമിയുടെ സമയത്ത് ബോയ് ആയിരിക്കും എന്നാണ് കരുതിയിരുന്നത്, ആമിയുടെ ടൈമിൽ. അങ്ങനെ പേരൊക്കെ കണ്ടുപിടിച്ച് വെച്ചിട്ട് ആമിയുടെ പിന്നെ മാറ്റിയാണ് ഇങ്ങനെ ആക്കിയത്. ആമി വന്ന സമയത്ത് അതങ്ങ് പോയിട്ടാ ബോയ്. അതുപോലെ തന്നെ ആയിരിക്കും ഇപ്പൊ ഇവർക്കും ഗേൾ വേണമെന്ന് വെച്ചിട്ട് ബോയ് എന്നതങ്ങ് മാറുമായിരിക്കും. അങ്ങനെ ഒരു ഇതായിരുന്നു. പക്ഷെ ഇത് ഞാനൊരു 4 ദിവസം മുമ്പ് കറക്റ്റ് സ്വപ്നം കണ്ടിട്ട് ഞാൻ ആമിയുടെ അടുത്ത് പറഞ്ഞായിരുന്നു ബോയ് ആണ്. ഞാനാണെങ്കിൽ ഒരു മാസം മുമ്പേ പറഞ്ഞു ബോയ് ആണെന്നുള്ളത്. വയറ്റാട്ടി കൊമ്പൻ കുട്ടിയെ ഡ്രസ് ഇടിപ്പിക്കൽ, കുട്ടിയെ എണ്ണ തേപ്പിക്കൽ, ഇതെല്ലാം ബന്ധപ്പെടുക KMC_കൊമ്പൻ. ഇടുക്കിയിലൊക്കെ ഇങ്ങനെ ഞാൻ വെറുതെ അറിയാം, തമാശ അറിയാം, തമാശ അറിയാം. നമ്മള് പേരിലേക്ക് പോവാം. വയറത് കാണിച്ചു പറയട്ടെ. പറയേണ്ടത് ആരാ? ഇനി പറ, വയറ് കണ്ടില്ലേ? പറ. ആ പട്ടിക്കുഞ്ഞ്. ഇഷ്ടപ്പെട്ടില്ല. മോനാണെന്ന് പറഞ്ഞു. സിസ്റ്റർ ഇങ്ങനെ NIC-ലേക്ക് ഇങ്ങനെ ടൗണിലൊക്കെ പൊതിയാൻ വേണ്ടി എടുത്തിട്ട് ഇങ്ങനെ പോകുമ്പോൾ ഞാൻ ഫസ്റ്റ് അവനെ കാണുന്നത് പൊക്കിൾക്കൊടി ഇതൊക്കെ ആയിട്ട്. അപ്പൊ ഇത് ചെയ്തിട്ടില്ല, കുറച്ച് ഭാഗമുണ്ട്. പിന്നെ എല്ലാവരും മടക്കി ഇങ്ങനെ വെക്കുന്നത്. ചോരക്കുഞ്ഞിനാണ് ഇങ്ങനെ കാണുന്നത്. ഇങ്ങനെ അവരൊരു ഇതിൽ വെച്ചിട്ട് ഇങ്ങനെ കൊണ്ട് ഓടി ഇങ്ങനെ പൊണിച്ചാരി കിടക്കുന്നത്. ഇപ്പോഴും എന്റെ അടുത്ത് പറഞ്ഞ ആൺകുട്ടിയാണെന്ന് പറഞ്ഞു. പിന്നെ നിന്നെ കാണാനുള്ള ശ്രമങ്ങളായിരുന്നു. അവര് കുറെ നേരം കയറ്റിയില്ല. ഞാൻ 2-3 വട്ടം വന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് ഇല്ല, അവിടെ കുറച്ച് പരിപാടി ഉണ്ട്, അത് കഴിഞ്ഞിട്ട് കയറ്റാന്ന് പറഞ്ഞു. മേ ബി നമ്മൾ പോയ ഹോസ്പിറ്റലിൽ ലേബർ റൂമിൽ കൂടെ നിൽക്കാൻ പറ്റും. നമുക്ക് ആ ഹസ്ബൻഡിന് വേണേൽ നിൽക്കാം. സോ മദേഴ്സ് ആർക്ക് അങ്ങനെ, അതായത് പേഷ്യന്റ് പറയുന്ന ആളിനെ കൂടെ നിർത്തും. ഡെലിവറി ടൈം പ്രത്യേകിച്ച് ഡെലിവറി നടക്കുന്നതിന് ഒരു 15 മിനിറ്റ് മുമ്പ് വരെ ഞാൻ എത്ര കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ആയപ്പം ഇല്ല ഇത്ത ഡോക്ടറെ കണ്ടിട്ട് കുറെ ഈ നോർമൽ വേണ്ട സിസേറിയൻ വേണമെന്നൊക്കെ പറയാം. പെയിൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അങ്ങനെയൊക്കെ ആവും. അങ്ങനെ പറയാൻ തുടങ്ങിയപ്പോ ഞാൻ ഡോക്ടറെ വിളിക്കാൻ പോകുമ്പോൾ പുറത്തിറങ്ങി വലിഞ്ഞ് ഞാൻ ആ അവസ്ഥയിൽ നിന്ന് ഇവനെ വിളിച്ചിട്ട് ഈ സിസ്റ്റർ ഞാൻ പറയുമ്പോ എന്റെ മനസ്സിലൊരു വിചാരമുണ്ട്, ഡോക്ടറെ കണ്ട് പറയുന്നത്. എടാ ഞാന് ഡോക്ടർ ആ വിശ്വാസത്തിലാണ് ഞാൻ വിളിച്ച് പറഞ്ഞത്. സിസേറിയൻ ആണെങ്കിൽ ഭയങ്കര പാടില്ല. അത് അപ്പം ചുമ്മാ ഞാൻ പറയുന്നതല്ലേ, അതുപോലെ അറിയാലോ ചുമ്മാ പറയണ. 5 മണിയൊക്കെ ആയപ്പോഴും ഡോക്ടറിന്റെ വന്നിട്ട് ഒന്ന് പറഞ്ഞ് മാക്സിമം 9 മണിക്കകത്ത് നമ്മളിത് തീരുമാനമാക്കും എന്തായാലും എന്ന് പറഞ്ഞു. അപ്പൊ ഓൾറെഡി 2 ദിവസമായിട്ട് പെയിൻ ഇല്ലാണ്ട് അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണല്ലോ. അപ്പൊ അവര് പറഞ്ഞു ഇത് ഇന്നൊരു തീരുമാനമാക്കിയിട്ട് ബാക്കി കാര്യമുള്ളൂ എന്നുള്ള ലെവലിലാണ് പുള്ളിക്കാരി പറഞ്ഞത്. അപ്പൊ പിന്നെ ഞാൻ സംസാരിക്കില്ല. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞ് ഇതിനൊക്കെ പറയുന്നത് സിസ്റ്റർമാർ ഓൾറെഡി കയറുമ്പോൾ പറഞ്ഞ് ഇങ്ങനെ പറയുന്നത് എല്ലാരും പറയാറുണ്ട്, ഡോക്ടർ നോക്കിയിട്ട് ചെയ്യും, ഓക്കെ പറഞ്ഞ് ഇറങ്ങിക്കോ, സമാധാനിപ്പിച്ചിട്ട് ഇറങ്ങിക്കോ എന്ന് പറഞ്ഞു. പിന്നെ അവരെന്റെ അടുത്ത് പറയുന്നെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റും. ആ ഡോക്ടർ നമുക്കൊന്നും ചെയ്യാനില്ല, ഡോക്ടർ എന്ത് ചെയ്യുന്നത് പറയാം. അവർക്ക് ഉറപ്പായിരുന്നു നോർമൽ ഡെലിവറി നടക്കും എന്നുള്ളത്. അപ്പൊ അതേപോലെ നടന്നു. സോ മോനാണ്. ആമിക്കുട്ടിക്ക് ബൂട്ട് ക്യാമ്പിൽ ആരൊക്കെ പോയാലും കൂടെ ഉണ്ടാവുന്ന ഒരാള് അല്ലെ. ആമിക്ക് ഫുൾ ടൈം ഇനി ലൈഫിലും ആമിയുടെ കൂടെ കുറച്ചാളെ കഴിയുമ്പോ അവന്റെ മുഖം കാണുമ്പോ നീ കരയോടി സംഭവിക്കാൻ പോണ തിരിച്ചല്ലേ. ആ പേര് പറഞ്ഞില്ല. ആ പേര് കൊച്ചിനെ നമ്മള് ആമി എന്നല്ലാതെ റയാനാന്ന് ഒഫീഷ്യൽ നെയിം ഉണ്ട്. ഒഫീഷ്യൽ നെയിം പറയാം. ആ കുഞ്ഞുമാവേനെ നമ്മൾ വീട്ടിൽ വിളിക്കുന്ന പേര് ഇത്ത തന്നെ പറയട്ടെ. ഇത്തയുടെ സെലക്ഷൻ ആണ് ലൂക്ക. അത് വീട്ടിൽ വിളിക്കുന്ന Because it is birth. And it's the birth's name I seen. ട്രാൻസ്ലേറ്റർ ഉണ്ടോ അവിടെ? Excellent choice. Brilliant.
അപ്പൊ നമുക്ക് ബൂട്ട് ക്യാമ്പിലേക്ക് ഒരു ലൂക്ക വന്നിരിക്കുകയാണ്. യെസ്. ഒഫീഷ്യൽ നെയിം നമ്മളിപ്പോ കാണിക്കാം അല്ലേ അമിസേ? നമ്മളിപ്പോ ഷോ ചെയ്യാം. പിന്നെ ആള് ഉറക്കാണ്. എന്തായാലും കുഞ്ഞുമാടെ ക്ലിപ്സ് നമ്മൾ ആഡ് ചെയ്യുന്നതാണ്. വലിയ പരിപാടികളൊന്നും ഇല്ല, എല്ലാം വളരെ ലഘൂകരിച്ചാണ്. നമ്മുടെ ആമിയുടെ അതുപോലെ ആയിരുന്നു. സോ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ട് ഉണ്ടാവുക, അത്രേ ഉള്ളൂ. ഇത് മേ ബി ഇവരുടെ ചലഞ്ചും വ്ളോഗും വരുന്ന ഒരു ചാനലാണ്. എന്നാൽ പോലും നമ്മുടെ ഫാമിലി കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കുന്നുണ്ട്. പിന്നെ കുഞ്ഞിന്റെയും ആമീസിന്റെയും കുറെ കാര്യങ്ങൾ നമ്മൾ ആമിയുടെ ചാനലിൽ ഇടാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് അല്ലേ? റയാൻ ആമി ഏതാ ചാനൽ നെയിം പറഞ്ഞത്? കുഞ്ഞാവയുടെ റിവീൽ 5 ലെറ്റേഴ്സ് ആണുള്ളത്. ആദ്യത്തെ അക്ഷരം അക്ഷരം നിങ്ങൾ ഊഹിച്ചെടുത്തു. A മുതൽ Z അതിന്റെ ഇടയിലുണ്ടാവും. ശരി, ലാഗടിപ്പിക്കുന്നില്ല. അപ്പൊ നമുക്ക് റിവീൽ ചെയ്യാം. ഓക്കെ. I ബൈ Lian Naufal. അപ്പം കുഞ്ഞാവയുടെ പേര് എന്താണ് മിസ്സേ? ലിയാൻ നൗഫൽ. ഒഫീഷ്യൽ നെയിം അതാണ്, ലിയാൻ. നമ്മുടെ ഇവിടെ ലൂക്ക. അപ്പോ പേര് ഇതാണ്. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനി എന്താ പറയാനുള്ളത്? വേറെ ഒന്നുമില്ല. ഇനി കുഞ്ഞാവയുടെ കുറച്ച് ക്ലിപ്സും ഇവരുമായിട്ടുള്ള കുറച്ച് സീക്വൻസ് നിങ്ങൾ കണ്ടിട്ടോ. जी मैं